അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മോർണിംഗ് മനയുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മോർണിംഗ് മനയുടെ വിഷയമായിട്ട് നമുക്ക് നൽകി തന്നിരിക്കുന്നത് സ്നാനം 1 എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റു എന്നത് സകലർക്കും മാതൃക ആക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സകലത്തിനും മാതൃകയാകേണ്ടതിന് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തൻ്റെ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയായിരുന്നു വിശുദ്ധ സ്നാപകയോഹന്നാനാൽ സ്നാനപ്പെടുക എന്നുള്ളത്. അപ്പോൾ ലോകം മുഴുവൻ അല്ലെ മറ്റുള്ളവരുടെ കാണുക അവർ സ്നാനപ്പെടുന്നതോടൊപ്പം തന്നെ സ്നാപകയോഹന്നാനാൽ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് സ്നാനമേൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്നാനത്തെക്കുറിച്ച് ഒരു സ്നാനമേ ഉള്ളൂ എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മുഴുവൻ വെള്ളത്തിൽ ഇറങ്ങി മുഴുവൻ സ്നാനപ്പെടുക, അല്ലാത്ത ശരീരം മുഴുവൻ സ്നാനപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ സ്നാപകയോഹന്നാനാൽ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം നമുക്ക് മാതൃക കാണിച്ചു തന്നു എന്ന് നമുക്ക് തിരുവചനം ലൂക്കോസിന് സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വലിയേറിയ ആ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ഒരു വലിയ മാതൃകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് ഒരുവൻ വിശ്വാസം 1 സ്നാനം 1 എന്ന് ക്രിസ്തീയ സ്നാനത്തെ അത് പ്രകടമാക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമുക്ക് ഒരുവൻ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം എന്നത് 1 മാത്രമാണ്, സ്നാനവും 1ആണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള സ്നാനം നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്നാപകയോഹന്നാനാൽ സ്വീകരിച്ച സ്നാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി പല വിധത്തിലുള്ള സ്നാനങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. തളിക്കൽ സ്നാനമുണ്ട്, കൊടിക്കീഴിൽ സ്നാനപ്പെടുന്നവരുണ്ട്, പൂക്കളാൽ സ്നാനപ്പെടുന്നവരുണ്ട്, അതുപോലെ തല മാത്രം കഴുകിക്കൊണ്ട് ഒരു സ്നാനം ഏൽക്കുന്നതായ രീതിയുണ്ട്. അങ്ങനെ ലോകത്തിൽ വിവിധ ആശയങ്ങൾ വെച്ചുകൊണ്ട് ആ സ്നാനത്തെ ഇപ്രകാരം വഴിതിരിച്ചു വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് ശരീരം മുഴുവൻ മുങ്ങണം ഒരു വ്യക്തി, എങ്കിൽ മാത്രമേ അത് സ്നാനമായിട്ട് നമുക്ക് ദൈവവചന പ്രകാരം അതിനെ കണക്ക് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ശിശുസ്നാനമുണ്ട്. ആ ശിശുക്കൾ ഒരിക്കലും പാപത്തെക്കുറിച്ചോ ഉള്ള തിരിച്ചറിവ് അവർക്കാകാതെ ഇരിക്കുന്നതായ അവസരത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ആ സ്നാനപ്പെടുന്ന പൈതലിന് അറിയത്തില്ല എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവും തനിക്ക് അറിവായതിനു ശേഷമാണ് സ്നാപകയോഹന്നാനിൽ ഏറ്റത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സകലത്തിനും മാതൃക കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലെ തൻ്റെ ക്രിസ്തീയ ജീവിതയാത്രയിൽ 33 തിരുവയസ്സ് വരെ തൻ്റെ ജീവിതത്തിലെ സകലതും മനുഷ്യർ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നാം എന്തെല്ലാം അനുസരിക്കണോ അതൊക്കെയും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച് സകലത്തിനും മാതൃക കാണിച്ചു തന്നിട്ടാണ് അവൻ കർത്താവിൻ്റെ അല്ലെങ്കിൽ മരിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേരുവാൻ തക്കവണ്ണമാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. അപ്പോൾ സഭയുടെ അംഗങ്ങളാകാൻ വേണ്ടിയല്ല സ്നാനം ഏൽക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേരുവാനാണ് നമ്മൾ അപ്പൊ ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് സ്നാനം ഏൽക്കണമെന്നുള്ളത്. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യം പരിശുദ്ധാത്മാവ് വരുത്തി കഴിയുമ്പോൾ ആ പാപങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇനി എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്.
അവനാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ രക്ഷകൻ. കർത്താവ് വീണ്ടും കടന്നു വരുമ്പോൾ എനിക്ക് സ്വർഗരാജ്യത്തിൽ ഞാൻ കടന്നു പോകണമെങ്കിൽ തീർച്ചയായും എനിക്ക് സ്നാനം ഏൽക്കണമെന്നുള്ള ആ ദൈവത്തിന്റെ വലിയ കൽപ്പന ഞാൻ അനുസരിക്കണമെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയാണ് ഓരോ ഭക്തനും കർത്താവായ യേശുക്രിസ്തു എപ്രകാരം സ്നാനപ്പെട്ടോ അപ്രകാരം കർത്താവിന്റെ ദാസന്മാരുടെ കൈകീഴില് സ്നാനപ്പെടുവാൻ ഓരോ പ്രിയപ്പെട്ടവരും തയ്യാറാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ശുശ്രൂഷയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്ത് ചെയ്യുന്നു? പുതിയ സൃഷ്ടിയാകുകയാണ്. അപ്പോൾ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ സ്നാനപ്പെട്ട് യേശുവിനോട് പറ്റിച്ചേരുകയും അതോടൊപ്പം ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായി തീർന്നുകൊണ്ട് അവന്റെ ജീവിത അവസാനം വരെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ള ആ വലിയ തീരുമാനം എടുത്തുകൊണ്ട് അവൻ തീർച്ചയായും അപ്രകാരമുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ തക്കവണ്ണം ഗലീലയിൽ നിന്നും യോർദാൻ കര വരെ കർത്താവായ യേശുക്രിസ്തു അവിടേക്ക് ദീർഘദൂരം നടന്ന് അവിടെ കടന്നു വന്നതായിട്ട്. അപ്പോൾ ആ വലിയ ശുശ്രൂഷ പരസ്യമായി അനേകരുടെ മുമ്പിൽ വെച്ച് സ്നാനം ഏൽക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു തയ്യാറായത് ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യരും സ്നാനപ്പെടുവാനുള്ള വലിയൊരു മാതൃകയായിട്ടാണ് നമുക്ക് കാണിച്ചത്. പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല സ്നാനപ്പെട്ടത്. വളരെ പരസ്യമായിട്ട് സ്നാപക യോഹന്നാനാൽ ആ യോർദാൻ നദിയില് കർത്താവ് സ്നാനമേറ്റു എന്ന തിരുവചനം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായി തന്നെ മുക്കുക എന്നുള്ള ബാപ്റ്റിസോ എന്ന വാക്കിന്റെ അർത്ഥം മുക്കുക എന്നുള്ളതാണ് മലയാളത്തിലേക്ക് കടന്നു വരുമ്പോൾ. അപ്പോൾ ഒരുവൻ മുഴുവനായി മുങ്ങി കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നവരായി തീർന്നുകൊണ്ട് അവൻ മുങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോട് അവൻ ഏകീഭവിക്കുകയും അവന്റെ പാവങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും അതിനുശേഷം അവനെ വെള്ളത്തിൽ മുക്കി ഉയർത്തി കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിനോട് പങ്കുചേരുന്നതായ അനുഭവം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുന്നവരായി കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവരായി തീർന്നുകൊണ്ട് സ്നാനമേറ്റ് നാം കർത്താവിനോടുകൂടെ ചേരുവാൻ തക്കവണ്ണമാണ് സ്നാനം എന്നുള്ള വലിയ ശുശ്രൂഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും ദൈവവചനത്തിൽ എങ്ങനെയാണോ സ്നാനപ്പെടേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യേശു തന്നെ അതിന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാര് അനേകരെ സ്നാനപ്പെടുത്തിയതായ അനുഭവം അപ്പസ്തോല പ്രവൃത്തിയിലുണ്ട്. അതുപോലെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ടൻ എപ്രകാരമാണ് പീലിപ്പോസിന്റെ കയ്യിൽ സ്നാനപ്പെട്ടത് എന്നൊക്കെയും വളരെ വ്യക്തമായി തിരുവചനത്തിൽ വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് നാം മനസ്സിലാക്കി അപ്രകാരമാണ് നാം സ്നാനപ്പെടേണ്ടത്. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്നുള്ള ബോധ്യമൊക്കെയും മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അപ്രകാരം ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുന്ന ഏതൊരു ദൈവപൈതലും സ്നാനപ്പെട്ട് ദൈവത്തോട് പറ്റിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായി ഒരു സ്നാനമേ ഉള്ളൂ, അത് മുഴുവൻ സ്നാനമാണ് എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്രകാരമാണ് സ്നാനപ്പെടേണ്ടതെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും. യേശു എങ്ങനെ സ്നാനപ്പെട്ടോ അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്നാനപ്പെടേണ്ടതാണ് എന്ന് തിരുവചനം വളരെ ശക്തമായി നമ്മളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുകയാണ്. അതിന് കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹമുള്ളവരായി, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീക്ഷ്ണതയുള്ളവരായി, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉത്സാഹമുള്ളവരായി തീരുന്നെങ്കിൽ നാം യേശുവിനോടുകൂടെ സ്നാനമേറ്റ് അവനോട് പറ്റിച്ചേരുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന 2 പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. അമ്പനാട് ചർച്ചിലായിരിക്കുന്ന മുനിയാണ്ടി, അതുപോലെ ഡോക്ടർ ബ്ലെസൻ എബ്രാഹാം നെടുങ്ങാടപ്പള്ളി ചർച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾപ്പിച്ചതായ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ജന്മദിനം ആയിരിക്കുന്ന
പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും സ്വർഗത്തിലെ ദൈവം നൽകി കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, അനേകർ രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും ഒക്കെയും ആയിരിക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനം അയച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് കർത്താവെ അവരെ തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ട് മാതൃകയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.